മനോഹര കാഴ്ചയിലേക്ക് പോകാം. ആലപ്പുഴയിൽ വിരുന്നെത്തിയ ചെമ്പൻ മരംകൊത്തിയെ കാണാം. ഇനി ആൺപക്ഷിയുടെ കണ്ണിന് താഴെ ഒരു ചുവന്ന ചന്ദ്രക്കല കാണാം. പെൺപക്ഷിക്ക് അതില്ല. വലിയ മരങ്ങളുടെ ശിഖരങ്ങളിൽ കാണുന്ന ദ്വാരങ്ങളിൽ കറുത്ത ഉറുമ്പുകൾ ഉണ്ടാക്കുന്ന കൂടുകളിലാണ് ഇവ മുട്ടയിടുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രശാന്ത് മംഗലശ്ശേരിയാണ്. ആലപ്പുഴ ന്യൂസ് 18 ആലപ്പുഴ ബ്യൂറോയുടെ ക്യാമറമാനാണ്. ഇതിനു മുമ്പും പ്രശാന്ത് കുറെ നല്ല ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. പ്രശാന്തിന്റെ ചിത്രങ്ങളൊക്കെ ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ മാത്രമല്ല, അതെ, നല്ല സ്റ്റിൽ ഫോട്ടോസും പ്രശാന്ത് പകർത്താറുണ്ട്. എന്തായാലും പ്രശാന്തിന്റെ ഒരു ചിത്ര പ്രദർശനം താമസിയാതെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓൾറെഡി ഒരെണ്ണം കഴിഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ കീഴിൽ അന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശാന്തിന്റെ ഒരു ചിത്ര പ്രദർശനം കഴിഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് ആലപ്പുഴയിൽ എവിടെ ഫ്രെയിം വെച്ചാലും മനോഹരമായ കാഴ്ചകളാണ്. എന്തായാലും പ്രശാന്തിന്റെ മരംകൊത്തിയുടെ ആ മനോഹര ദൃശ്യങ്ങൾ കണ്ട് മടങ്ങി വരാം. എന്തായാലും ഞായറാഴ്ച ആദ്യം നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതെ, ആദ്യ കുർബാനയ്ക്ക് നല്ല തിരക്ക്. വെളുപ്പിന് തന്നെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ തിരക്കൊക്കെ ഒന്ന് കുറച്ച് ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണല്ലേ അർത്തുങ്കൽ പള്ളിയും അതിന്റെ പരിസരവും ഒക്കെ. അതെ, ചരിത്രം ഉറങ്ങുന്ന അർത്തുങ്കൽ പള്ളി. ഒട്ടനവധി അമ്പ് നേർച്ച അടക്കമുള്ള ഒട്ടനവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. മുട്ടിലിഴഞ്ഞുള്ള പ്രധാനമായ ഒരു നേർച്ച അതാണ്. മുട്ടിലിഴഞ്ഞാണ് ആളുകൾ എത്തുന്നത്. കണ്ടിരുന്നല്ലോ ദൃശ്യങ്ങൾ. ആളുകൾ മുട്ടിലിഴഞ്ഞ്, അത് ഈ കടപ്പുറമുണ്ട് തൊട്ടടുത്ത്, ആ കടൽ തീരത്ത് നിന്ന് മുട്ടിലിഴഞ്ഞ് ഇവിടെ എത്തുന്നു എന്നുള്ള രോഗശാന്തി നേടുന്ന ആളുകളാണ് അത്തരമൊരു നേർച്ചയുടെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ് വിശ്വാസം. എന്തായാലും അർത്തുങ്കൽ പള്ളിയുടെ വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്. ഒപ്പം തന്നെ കുറെ വാർത്തകളും, ചൂടേറിയ നല്ല വാർത്തകളും പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം ഒട്ടനവധി വാർത്തകൾ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ ജനകീയ പ്രതിരോധ യാത്ര കോഴിക്കോട് ജില്ലയിൽ 3-ാം ദിവസം പര്യടനം തുടരുകയാണ്. അപ്പോൾ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒട്ടനവധി വാർത്തകൾ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട്ട് നിന്നുള്ള വാർത്തയാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിക്കെതിരായ ഫണ്ട് തിരിമറി ആരോപണങ്ങളിലെ തെളിവുകൾ പുറത്തു വരികയാണ്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സമർപ്പിച്ച ആ റിപ്പോർട്ടും ആ രേഖകളുടെയും പകർപ്പ് പുറത്തു വന്നു. ഈ വാർത്തകളിലേക്കൊക്കെ പോകാം ഇടവേളയ്ക്ക് ശേഷം.